ഈ ഒരു റിസോർട്ടിലെ മെയിൻ ആക്ടിവിറ്റീസ്, അതായത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഐ ബട്ടൺ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ അത് കണ്ട ശേഷം ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ കംപ്ലീറ്റ് സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ ഈ ഒരു സിംഗിൾ കോട്ടേജിൻ്റെ റിവ്യൂ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കോട്ടേജിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു അടിപൊളി ബാൽക്കണി വ്യൂ നമുക്ക് ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാം. ഈ ഒരു ബാണാസുര സാഗർ ഡാമിൻ്റെ ഒരു ഭാഗം വളരെ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോട്ടേജ് സ്റ്റേ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും കേട്ടോ. പിന്നെ കുറച്ച് മുമ്പേ അവിടെ സ്പീഡ് ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ടൈം അല്ലാത്തതുകൊണ്ട് അതൊന്നും കാണുന്നില്ല. നേരെ ഫ്രണ്ടിലായിട്ട് വളരെ നല്ലൊരു തടാകം നിങ്ങൾക്ക് കണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റും. കപ്പിൾസൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഈവനിങ് ആണ് ഇവിടുത്തെ വൈബ് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് ശരിക്കും ഒന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഈവനിങ് ആകുന്ന സമയത്താണ്, ഈ സൺസെറ്റൊക്കെ ആകുന്ന സമയത്താണ് ഇവിടുത്തെ ആംബിയൻസ് കംപ്ലീറ്റ് ചേഞ്ച് ആവും കേട്ടോ. പിന്നെ നൈറ്റ് ആണെങ്കിൽ പറയണ്ട, ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇനി നമുക്ക് റൂം നോക്കിയിട്ട് ഈ ഒരു സിംഗിൾ കോട്ടേജിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ക്യാമറയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും വളരെ നല്ല ലാർജ് സ്പേസുള്ള റൂമാണ്. അതേപോലെ തന്നെ 2 പേർക്ക് വളരെ കംഫർട്ടബിളായിട്ട് സ്റ്റേ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബെഡാണ് അവരിവിടെ കൊടുത്തിട്ടുള്ളത്. ബെഡിൻ്റെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ അവർ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൂംസും കാര്യങ്ങളൊക്കെ വളരെ ഡസ്റ്റ് ഫ്രീ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഹൗസ് കീപ്പിംഗ് വളരെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൂമിൽ കൊടുത്തിരിക്കുന്ന അമ്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബെഡിൻ്റെ 2 സൈഡിലായിട്ട് മിനി ടേബിൾസും അതേപോലെ തന്നെ ടീ സപ്ലൈസ്, ഇലക്ട്രിക് കെറ്റിൽ, അതേപോലെ വെള്ളം കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും, അതേപോലെ തന്നെ 2 ചാർജിങ് പോയിന്റും കൂടി കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു കോർണറിലായിട്ടാണ് അവർ TV കൊടുത്തിട്ടുള്ളത്. അതിന് പുറമെ റൂമിൽ ഫാനും അതേപോലെ തന്നെ AC യും വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തായിട്ട് 2 സോഫ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു മിനി ടേബിൾ, നിങ്ങൾ ചെറിയ വർക്കോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. റൂമിൻ്റെ ഈ ഒരു സൈഡിലാണ് അവർ ഷെൽഫ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ലഗേജോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ സൂക്ഷിച്ച് വെക്കാം. പിന്നെ ഒരു മിറർ സ്റ്റാൻഡും കൂടെ സൈഡിലായിട്ട് കാണാൻ പറ്റും. പിന്നെ തൊട്ട് താഴെയായിട്ട് ഒരു വേസ്റ്റ് ബിന്നും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അതിൽ തന്നെ കൊണ്ടുപോയിട്ട് ഇടുക. ഈ ഒരു റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അതേപോലെ തന്നെ ബാത്റൂമിന് ആവശ്യമുള്ള സ്പേസും ഇതിലെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. പിന്നെ നല്ല നീറ്റായിട്ടും ഡ്രൈ ആയിട്ടും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിംഗിൾ കോട്ടേജിലെ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മനസ്സിലാവാത്തതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്നും കൂടെ റീവാച്ച് ചെയ്യുക. അതിനുശേഷം മാത്രം ഇവിടെ ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഇതേ ടൈപ്പ്, ഈ ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് കോട്ടേജ് എന്ന് പറയുന്നത് ഏകദേശം 4 എണ്ണം വരുന്നുണ്ട്. 4 എണ്ണത്തിനും ഒരേ ഡാം വ്യൂ തന്നെയാണ് വരുന്നത്, അതും ബാൽക്കണിയൊക്കെ ഉള്ളത്. ആ 4 റൂംസിനും ഒരേ പ്രൈസ് തന്നെയാണ്. ഈ പ്രൈസ് എന്ന് പറയുന്നത് 2 പേർക്ക് വരുന്ന പ്രൈസ് ഏകദേശം 4500 ആണ് ഏകദേശം വരുന്ന പ്രൈസ്. ഇതെല്ലാം എല്ലാ കോട്ടേജും സെയിം ആണ്. പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല, അത് ഓരോ ഡേറ്റ്സിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു 4 കോട്ടേജിന് പുറമെ പിന്നെ വരുന്നത് ഒരു 3 റൂംസ് എക്സ്ട്രാ വരുന്നുണ്ട്. ആ റൂംസ് എന്ന് പറയുന്നത് ഒന്ന് ഹാൾ ടൈപ്പാണ്, ഏകദേശം 8 മെമ്പേഴ്സ് വരെ അതിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. അതിന് പുറമെ അപ്സ്റ്റെയറിൽ വരുന്ന 2 ചെറിയ റൂംസും കൂടെ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് ഔട്ട്ഡോർ ഒന്ന് കാണിച്ചു തരാം. ഞാൻ നേരത്തെ ഓൾറെഡി മെൻഷൻ ചെയ്താണ് 4 കോട്ടേജും കൂടി ഇതേപോലെ വരുന്നുണ്ടെന്നുള്ളത്. അതിലൊന്നാണിത്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം. ഈ ഒരു കോട്ടേജിൻ്റെ ബാൽക്കണിയിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അതാണ് ഈ ഒരു ഫസ്റ്റ് കോട്ടേജിൻ്റെ ഒരു പ്രത്യേകത. ബാക്കി റൂംസും കാര്യങ്ങളൊക്കെ സെയിം സ്ട്രക്ചറാണ്, ഒരു മാറ്റമില്ല. ഇനി ആ രണ്ടാമത്തും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കോട്ടേജ്. ഇവിടുന്ന് കുറച്ചുകൂടെ നമുക്ക് വൈഡായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അതാണ് ഈ ഒരു കോട്ടേജിൻ്റെ പ്രത്യേകത. നമ്മൾ ഓൾറെഡി ഇവിടെയുള്ള ആ 4 സിംഗിൾ കോട്ടേജ് മൊത്തമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാം ഒരേ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ വരുന്ന വേറൊരു കാറ്റഗറി റൂമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു വില്ല. ഇതിന് ഇവിടുത്തെ ഫ്രണ്ട് വ്യൂ വളരെയധികം കുറവാണ്. മീൻസ് മറ്റ് 4 കോട്ടേജുകളിൽ നിന്നും കാണുന്ന ആ ഒരു വൈഡായിട്ടുള്ളൊരു വ്യൂ നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു കോട്ടേജാണ് ഈ കൊടുത്തിരിക്കുന്ന സിംഗിൾ കോട്ടേജ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാലുള്ള ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റ് കോട്ടേജുകളിൽ നിന്ന് കാണുന്ന അത്തരത്തിലൊരു വൈഡല്ല. നമുക്ക് മുന്നിലുള്ള ഈ ഒരു ഗാർഡനാണ് കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റും. ഈ ഒരു റിസോർട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഏകദേശം 5 റൂമുകൾ സിംഗിൾ കോട്ടേജുകളായിട്ടും ബാക്കി വരുന്ന 4 റൂമുകൾ വേറെ തന്നെ ടൈപ്പ്, അതായത് ഈ ഒരു വ്യൂ കറക്റ്റ് കിട്ടാത്ത രീതിയിലുള്ള ഒരു ഏരിയയിലാണ് ബാക്കിയുള്ള 4 റൂംസ് കൊടുത്തിട്ടുള്ളത്. ഈ 2 കാറ്റഗറി റൂംസാണ് ഈ ഒരു റിസോർട്ടിൽ മൊത്തത്തിൽ വരുന്നതും. അതേപോലെ തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് നമ്മൾ ഓൾറെഡി മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിസോർട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ, ഇവിടെ ആണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യേണ്ടതെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക, ഞങ്ങൾക്ക് അയച്ചു തരിക. അയച്ചു തരുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നും കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഏജും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്യുക.
ബുക്കിംഗ് ഡേറ്റും കൂടെ അതിൽ ഉൾപ്പെടുത്തുക. അതിനുശേഷം ഇവിടെ ഏറ്റവും നല്ല ബഡ്ജറ്റിൽ തന്നെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വയനാട്ടിൽ ഇതേപോലെ സെലക്ട് ചെയ്തിട്ടുള്ള നല്ല നല്ല റിസോർട്ടുകളുടെ റിവ്യൂമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.